കൗതുകകരമായ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. പാലക്കാട് ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തിത്തുറന്നു. പാലക്കാട് ഈ ഭണ്ഡാരം കുത്തിത്തുറന്നത് ആരാണ് എന്നല്ലേ? BJP സ്ഥാനാർത്ഥിയായിരുന്ന ഒരാൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെന്മാറ പഞ്ചായത്തിലെ 17-ാം വാർഡ് BJP സ്ഥാനാർത്ഥിയായിരുന്ന പ്രഭാവതിയെ പോലീസ് പിടികൂടി. കണിമംഗലം പുഴയ്ക്കൽ തറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയതിനാണ് ഇവരെ നെന്മാറ പോലീസ് പിടികൂടിയത്. BJP സ്ഥാനാർത്ഥി ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തിത്തുറന്നു. 17-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന പ്രഭാവതിയെ പോലീസ് പിടികൂടി. കണിമംഗലത്ത് പുഴയ്ക്കൽ തറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയതിനാണ് ഇവരെ നെന്മാറ പോലീസ് പിടികൂടിയത്. ഇബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇബാൽ, എപ്പോഴാണ് ഇവർ മോഷണം നടത്തിയത്? അതിനുശേഷം എങ്ങനെയാണ് ഇവരിലേക്ക് പോലീസ് എത്തിയത്? അരുൺകുമാർ, ഇക്കഴിഞ്ഞ മെയ് 29 രാത്രിയായിരുന്നു ഈ നെന്മാറ കണിമംഗലം ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തിത്തുറന്നുള്ള ഒരു മോഷണം നടന്നത്. പിന്നീട് മെയ് 30 രാവിലെയാണ് ക്ഷേത്രം ഭാരവാഹികൾ ഈ മോഷണ വിവരം അറിയുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നു. തുടർന്ന് നെന്മാറ പോലീസ് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ഈ ക്ഷേത്രത്തിന് സമീപത്തെ CCTV ദൃശ്യത്തിൽ നിന്ന് ഈ പ്രഭാവതിയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പോലീസ് സംഘത്തിന് ലഭിക്കുന്നത്. പിന്നീട് പോലീസ് ഇവരെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് ഈ മോഷണം ഇവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രഭാവതിയാണ് ഈ കണിമംഗലം ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് മോഷണം നടത്തിയെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവർ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി നെന്മാറയിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ പ്രഭാവതിക്കെതിരെ ഇത്തരത്തിലൊരു കേസ് ഉണ്ട് എന്നുള്ളതാണ് പോലീസ് സംഘത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. ഏതായാലും ഇതെല്ലാം ഇപ്പോൾ നെന്മാറ പോലീസ് കൂടുതൽ പരിശോധിച്ച് വരികയാണ്. നെന്മാറ പഞ്ചായത്തിലെ 17-ാം വാർഡിലെ വോട്ടർമാർ ജസ്റ്റ് മിസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രഭാകര എന്നൊരു വിളിയുണ്ടല്ലോ സിനിമയിലെ, അതേപോലെ പ്രഭാവതി